ഹലോ ഗൈസ്, കുറേ നാളായില്ലേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയതാണ്. ഇത്ര 407 രൂപയും കണ്ടായിട്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓർഗൻസ മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്ന് നല്ല രസമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ വണ്ണമുള്ളവർ ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി വണ്ണം തോന്നിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീലായിട്ടുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, നൈസ് ഒരു ഡ്രസ്സാണ്. അതിൻ്റെ കൂടെ ഷാളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സൺസ്ക്രീൻ ഇടുന്നുണ്ട് ഗൈസ്. നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നന്നായിട്ട് തന്നെ മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. എന്താണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതാ ഞാൻ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ, കുറച്ചേറെ എടുത്തോളം. കാരണം നമ്മൾ വെയിലൊക്കെ എവിടെയൊക്കെ അടിക്കുന്നുണ്ടോ അവിടെയൊക്കെ തേച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഞാൻ ആദ്യമൊന്നും ഈ സൺസ്ക്രീൻ എടുത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതൊക്കെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ നല്ലതാണ് കേട്ടോ. നല്ലതായിട്ട് മുഖത്തിങ്ങനെ നല്ല ബ്ലെൻഡായി പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കുറേ മണിക്കൂർ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. അത് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല സൺസ്ക്രീനാണെന്നൊക്കെ. അങ്ങനെ എനിക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ സൺസ്ക്രീനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തീരാറായി ഗൈസ്. ഇനിയിപ്പോൾ പുതിയത് വാങ്ങണം. ഞാനിതിൻ്റെ ചാറെടുക്കുന്നിടം വരെ ഇത് യൂസ് ചെയ്യും, എന്നിട്ടേ കളയത്തുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഇനി അറ്റം പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പം എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഇന്ന് തേക്കാനുള്ളത് അത്യാവശ്യം എൻ്റെ തൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യണോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. എനിക്കും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് രണ്ടും യൂസ് ചെയ്യണോ എന്നൊക്കെ. പക്ഷേ ഇത് രണ്ടും യൂസ് ചെയ്ത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ഒരു പൗഡറൊക്കെ ഇട്ടുകൊണ്ടേ പോകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴല്ലേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അറിയാൻ തുടങ്ങിയ പിന്നെ ഞാനിത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുഖത്ത് എന്താ പറയുക, കയ്യിലും പിന്നെ കഴുത്തിലും തേക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീം പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് എന്താണ് പൗഡർ ഇട്ട് കൊടുക്കണം. അതിനിടയ്ക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ കൂട്ടുകാരി വാങ്ങിക്കൊണ്ട് തന്ന ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഇത് കണ്ടു, ഇതൊരു വല്ലാത്തൊരു റെഡ് കളറാണ്. ഇത്രയും എന്താ പറയുക ലൈറ്റായിട്ടുള്ള റെഡ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇനി ഇതിൻ്റെ മണ്ടയിൽ വേറൊരു കളർ യൂസ് ചെയ്യും. അപ്പം നല്ല ന്യൂഡ് കളറായിട്ട് വരും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഭയങ്കര എന്താ പറയുക ഒരു 4-5 മണിക്കൂർ എന്നല്ല, നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ ഈ ലിപ്സ്റ്റിക്ക് നിൽക്കും. പക്ഷേ ഈ കളർ ഒരുമാതിരി വല്ലാത്തൊരു കളറായതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ വേറൊരു കളർ ഇട്ട് കൊടുക്കും. അപ്പോൾ സൂപ്പറാണ് ഗൈസ്. അങ്ങനെ നമ്മളിനി അടുത്തായിട്ട് നമ്മൾ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. കമ്മലിട്ടപ്പം നല്ല രസമില്ലേ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഈ ഒരു കമ്മലും ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഈ ഡ്രസ്സിൻ്റെ കൂടെ പോകുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനിത് ഇട്ടതാണ്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഷാഡോ ആണ് കേട്ടോ. ഇത് നമുക്ക് ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ മറ്റേ ബ്ലഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ മിക്കപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്നോ അത് എന്തെങ്കിലുമൊക്കെ ഒരുങ്ങിപ്പോകേണ്ടതായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കല്യാണം, അമ്പലം, അവിടെയൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ ബ്ലഷും ഈ ഐഷാഡോ ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം ഗൈസ്. പൗഡർ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. അതാണ് ഞാനിപ്പം പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മണ്ടയിലൂടെ ആയിപ്പോയി. സാരമില്ല, അല്ലേ പിന്നെ ഒരു മാതിരി ഒരു എണ്ണമയം പോലൊക്കെ മുഖത്തിരിക്കും. അതുകൊണ്ട് അതിൻ്റെ മണ്ട ശകലൊന്ന് തൂയി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മുഖത്തെ അലുത്തുലുത്ത് പരിപാടികളൊക്കെ ഇപ്പോൾ കഴിയും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ ഐലൈനർ. കണ്ണെഴുതിയില്ലെങ്കിൽ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ നമുക്കിനി കണ്ണൂടെ എഴുതി കൊടുക്കാം. കണ്ണെഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എത്ര ആണെങ്കിലും ഞാൻ ഈ കണ്ണെഴുതാതെ പുറത്ത് പോകണമെന്നല്ല ചോദിക്കും, എന്തു പറ്റി, ഇങ്ങനെ ഒരു സാഡായ പോലെ മുഖമൊക്കെ. പക്ഷെ കണ്ണെഴുതി കഴിയുമ്പം വേറൊരു ഷേപ്പാണ്. അപ്പം കണ്ണെഴുതി എങ്ങോട്ട് ഗൈസ് കൊള്ളാവോ, നല്ല രസമില്ലേ. അങ്ങനെ നമ്മൾ കണ്ണു എഴുതി. ഇനി ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ന്യൂഡ് കളറിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ആ റെഡ് കളറിൻ്റെ മണ്ടലിട്ടപ്പോൾ വേറൊരു കളറായിരുന്നുണ്ട്. ഇതുണ്ട്, ആ മറ്റേ കളറിൻ്റെ ആ ഒരു വൃത്തികേടങ്ങ് മാറിയിട്ട് ഇപ്പോൾ വേറൊരു കളറായി. എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇത് ഇപ്പം തേച്ച് കഴിഞ്ഞാൽ ഇനി നാളെ രാത്രി വരെ ഇരുന്നോളൂ. അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. മെബിലിൻ്റെ ലിപ്സ്റ്റിക് അല്ലെങ്കിലും നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണല്ലോ അല്ലേ.
ഇനി നമുക്ക് മുടി ഒന്ന് നന്നായിട്ടൊന്ന് ചീവി കൊടുക്കാം. നനഞ്ഞ മുടി ആയതുകൊണ്ട് വലിയതായിട്ട് ഫാഷനൊന്നും കെട്ടാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് അഴിച്ചിടാനേ പറ്റത്തുള്ളൂ. ഇനി നമുക്കൊരു പൊട്ടൂടെ തൊട്ട് കൊടുക്കാം. മെയിൻ, ഞാൻ എവിടെ പോയാലും പൊട്ട് തൊടും. പൊട്ട് തൊട്ടില്ലെങ്കിൽ എന്തോ ഒരു 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 കുഴപ്പം പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനതാ ഒരു പൊട്ടൂടെ തൊട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഏകദേശം എൻ്റെ മേക്കപ്പ് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് ചീകിയും കൂടെ കൊടുക്കണം. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു ഗൈസ്. ഞാൻ ഒത്തിരി നാളായല്ലേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്, ഇപ്പം സമയം കിട്ടാറേയില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതായിരുന്നു. ഇപ്പം ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് ഇടാത്തത്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. ചെറിയൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഞാനൊരു വാച്ചും കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും കൈ വാച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫൈനൽ ഇതാണ് ഗൈസ്. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് പറയണം. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വേറെ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ബ്ലാക്ക്, ഈ ഒരു 3 കളറായിട്ടോ ഉള്ളത്. ഇപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ആഡ് ചെയ്യാം. അപ്പോൾ ബാക്കിൽ ഇതുപോലാണ് കേട്ടോ, കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലെങ്ത് ഇത്രയുമാണ് വരുന്നത്. അടിയിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. സ്ലിം ആയിട്ടുള്ളവരൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം ഈ ഓർഗൻസ മെറ്റീരിയൽ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ഒരു വല്ലാത്തൊരു മെറ്റീരിയലാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എത്ര നമ്മൾ ഷേപ്പ് ആക്കാൻ നോക്കിയാലും അടങ്ങിയിരിക്കത്തില്ല ഗൈസ്. എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എന്നാലും അധികം അങ്ങോട്ട് ഷേപ്പ് ആക്കാനും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് അങ്ങ് ഇറുകി പിടിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നോർമലായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ലൂസായിട്ട് കളഞ്ഞോട്ടെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോസും ഒക്കെ ആഡ് ചെയ്തതാണ് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ മീഷോന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ 500 രൂപയ്ക്ക് താഴെ കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഇടാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ, എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ലോങ് വീഡിയോ ആയിട്ട് 500 രൂപയുടെ താഴെ പർച്ചേസ് ചെയ്തിട്ടുള്ള മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇടാം. എല്ലാന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് ഇതുപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് ആ ഡ്രസ്സുകൾ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും ഒന്ന് വീഡിയോ ഇടാൻ വേണ്ടി പ്ലാനുണ്ട്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. കാരണം ഞാനിത് റിട്ടേൺ കൊടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു 80% ഇഷ്ടപ്പെട്ടു. പിന്നെ ഇച്ചിരി വണ്ണം വലുതായിട്ട് തോന്നിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഈ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രില്ല് പോലെ വന്നിട്ടുണ്ടല്ലോ. ഈ പ്രില്ലില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ പ്രില്ല് വന്നുകൊണ്ട് ഇച്ചിരി ഒരു എടുപ്പ് പോലെ വയറിനവിടെ ഉള്ള പോലെ എനിക്കൊരു ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, കുഴപ്പമില്ല. എന്തായാലും ഫോട്ടോ കണ്ട പോലൊക്കെ തന്നെയാണ് സംഭവം കിട്ടിയത്. പക്ഷേ ഈ ഒരു മെറ്റീരിയലിൻ്റെ ആണോന്ന് എനിക്കറിയില്ല, ഇച്ചിരി ഒരു ബൂമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ തേക്കാനൊന്നും പറ്റത്തില്ലായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടും കൂടാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഫോട്ടോയിൽ ഇതുപോലെ ഈ ഫ്രണ്ട് വയറിന് ഇവിടെ പ്രില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്യാൻ നേരത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെല്ലാവരും തീരുന്നത്. ഇനി ഞാൻ ഇട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഷാളുണ്ട് കേട്ടോ, ഷാൾ ഞാൻ എടുത്തിട്ട് വീഡിയോ എടുത്തില്ല. ഷാൾ ഇതുപോലെ ഒരുമാതിരി പരന്നിരിക്കുന്ന ഒരു ഷാളാണ്, ഈ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഷാളും ഇടുമ്പോഴത്തേക്ക് ഭയങ്കര വണ്ണമുള്ള പോലെയൊക്കെ തോന്നുന്നു. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എൻ്റെ ഷാൾ ഇട്ടില്ല. ഞാൻ സാധാരണ ചുരിദാറൊക്കെ ഇടുമ്പം ചിലപ്പോൾ ഷാൾ ഇടും, ചിലപ്പോൾ ഷാൾ ഇടത്തില്ല. ഇങ്ങനെ നോർമൽ ഇങ്ങനെ തന്നെ ഇടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റില്ലേ, ഈ റോസാപ്പൂക്കൾ പല കളറിലെ പൂക്കളുടെ ഈ ഒരു പ്രിൻ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ അല്ല, അത് എന്തെങ്കിലും ജോർജറ്റോ പിന്നെ അങ്ങനെ എന്തെങ്കിലും സിൽക്ക് ടൈപ്പുള്ള തുണിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടി ആയേനെ കേട്ടോ. പക്ഷേ ഇതാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് എത്ര എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സും റിട്ടേൺ കൊടുക്കണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനിങ്ങനെ രണ്ട് മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്, വേണോ വേട്ടയോ എന്നുള്ള രണ്ട് മൈൻഡിൽ നിൽക്കുകയാണ്.
അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്നപ്പം ഞാനിത് ഗുരുവായൂർ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന മയിൽപ്പീലിയാണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടപ്പം എന്തെങ്കിലും ഒരു ഇത് വീഡിയോ ഇടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒന്നും കിട്ടിയില്ല. അപ്പം പിന്നെ ഈ മയിൽപ്പീലി വെച്ച് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ എന്ത് ചെയ്യാൻ ഗൈസ്, കണ്ടൻറ്റ് ക്ഷാമം, കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണ്ടേ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതുവഴി ഇതുവഴിയൊക്കെ ആൾക്കാർ വരുന്നത്. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് എന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കുറേ സമയമായി തുടങ്ങിയിട്ടും മതി മതി എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്കറിയത്തില്ലല്ലോ നമ്മൾ ഓരോരോ വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. ഈ അമ്മയ്ക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ കുറേ സമയം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എനിക്കും അമ്മയ്ക്കും പുറത്ത് പോകാറുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എന്തായാലും വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എങ്കിലേ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടാൽ നമുക്കൊരു ഒരു ഇത് തോന്നത്തുള്ളല്ലോ അല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടി ഒരു ത്വര ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ഗെറ്റഡ് വിത്ത് ഇതായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റൊക്കെ വെച്ച് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഒലിവിയെന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഡ്രസ്സുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോസ് ഇടാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം. ടാറ്റാ, സീ യു.